ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മൂലം നക്ഷത്രത്തിൻ്റെ 2025 ജൂൺ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മൂലം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശിചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. മൂലം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ 2025 ജൂൺ മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ചില കാര്യങ്ങളിൽ ധനപരമായിട്ട് ഗുണമാണെങ്കിലും മറ്റ് കാര്യങ്ങളിലേക്ക് ദോഷഫലമാണ് കാണുന്നത്. ഇതിലെടുത്തു പറയേണ്ടത്, ചില ബന്ധുക്കളുടെയൊക്കെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നത് മൂലം ധനനഷ്ടവും മാനഹാനിയും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്നൊരു സമയമാണ് ഈ ജൂൺ മാസം. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു മനക്ലേശം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു നിരാശാബോധം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരെ നിങ്ങൾ അറിയിക്കുകയൊന്നുമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ സാധാരണ രീതിയിൽ ജീവിക്കുമെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു നിരാശാബോധം നിഴലിച്ച് നിൽക്കുന്നതാണ്. നിങ്ങൾ ബാധ്യതകളൊക്കെ തീർക്കുന്നതിന് അക്ഷീണം പ്രയത്നിക്കും. അതായത് കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കും. ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നൊരു സമയമാണ് നിങ്ങൾക്ക്. നാൽക്കാലിയിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അതുകൊണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കാറ്റിൽ ഷെഡൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ പശു വളർത്തലിൽ നിന്നൊക്കെ ലാഭം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ലാഭം ഉണ്ടാകുന്ന സമയമാണ്. ഈശ്വര ചിന്ത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. എല്ലാ കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. കോടതി കേസുകൾക്കൊക്കെ ഒരു സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട്. ചില ആൾക്കാരുമായിട്ട് തർക്കങ്ങൾ ഏർപ്പെടുത്തി കോടതി കേസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അനിഷ്ടങ്ങളായ പല കാര്യങ്ങളും അത് മനസാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യം വന്നപ്പെടുന്നുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ ധനലാഭം കാണുന്ന സമയമാണ്. മാസാവസാനമൊക്കെ ആകുമ്പോൾ നാനാദുഃഖിൽ നിന്നും ധന ആഗമനം നിങ്ങൾക്കുണ്ടാവും. പണസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നിങ്ങൾക്ക് നല്ലതല്ല. ആരെങ്കിലുമൊക്കെ കടം വാങ്ങാൻ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നയചാതുര്യത്തോടുകൂടി അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ ധാരാളമുള്ള സമയമാണ് ഈ ജൂൺ മാസം. അതുകൊണ്ട് തന്നെ ആപത്തുകളൊക്കെ ഒരുവിധം ഒഴിഞ്ഞു പോകും. നിങ്ങളുടെ ക്ഷിപ്രകോപം പല വിധത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസം. വിജയപ്രതീക്ഷയോടുകൂടി തുടങ്ങിയ കാര്യങ്ങൾക്ക് അല്പം മങ്ങൽ ഏൽക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇണയുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു നിസ്സഹകരണം മനസ്സ് സദാ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ മാതാപിതാക്കളുടെയൊക്കെ സ്വത്തുക്കൾ കൈവശം വന്ന് ചേരാൻ സാധ്യതയുണ്ട്. പൊതുവേ പറയുകയാണെങ്കിൽ മനസ്സിന് ഒരു സുഖമില്ലാത്തൊരു സമയമാണ് മൂലനക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ച് ഇണയുടെ ഭാഗത്തു നിന്നും വലിയ ആത്മാർത്ഥതയൊന്നും ഈ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിൻ്റെയൊക്കെ ചൊല്ലി ദമ്പതിഭാവത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊക്കെ പരിഹാരമായിട്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ധർമ്മശാസ്ത്ര പ്രീതി അത്യാവശ്യമാണ്. ശാസ്ത്ര ക്ഷേത്രം ദർശിക്കുക, എള്ള് വിളക്ക്, എള്ള് പായസം എന്നിവ കഴിക്കുന്നത് ഗുണകരമാണ്. അതോടൊപ്പം തന്നെ പറ്റിയാൽ നല്ലൊരു ജ്യോതിഷ പണ്ഡിതനെ കാണിച്ച് രാശിചിന്തനം നടത്തി മറ്റു വഴിപാടുകൾ കഴിച്ച് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ മംഗളമായി തീരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.